ഹലോ, ഞങ്ങൾ തൃശ്ശൂർ പൂരം ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൃശ്ശൂർ പൂരം ഫെസ്റ്റിവൽ കാണാനായിട്ടായിരുന്നു കയറി. അതിനകത്ത് കയറിയപ്പോൾ കൊച്ചുങ്ങൾക്ക് കളിക്കാനായിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവനും മറ്റുള്ള സ്ഥലത്തിൽ കയറ്റാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം അവന് വല്ല അപകടങ്ങളൊന്നും ഉണ്ടാക്കത്തുള്ള രീതിയിലുള്ള ഒരു ഐറ്റംസിലാണ് ഞങ്ങൾ കയറ്റി അവനെ വിട്ടത്. അതിനകത്ത് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവന് നന്നായിട്ട് തുള്ളിച്ചാടാനും എല്ലാം കളിക്കാനും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനകത്ത് ഇഷ്ടംപോലെ പിള്ളേർ അതിനകത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓരോന്നിനും ഓരോ ഇതായിട്ടായിരുന്നു അവിടെ. മറ്റേ ഇതിൻ്റെയും എല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബോക്സിങ് ഉണ്ടായിരുന്നു. അല്ല, ബോക്സിങ് അല്ല, ഒരു പഞ്ച് പോലത്തുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് അവൻ പഞ്ച് ചെയ്തു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി അതിനകത്ത് അത് ചെയ്ത് കണ്ടപ്പോൾ. അപ്പോൾ നന്നായിട്ട് അവനത് എൻജോയ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അവനെ അതിൽ നിന്ന് ഞങ്ങൾ വേഗം ഉരുട്ടി ഇങ്ങോട്ടിടാൻ. അവന് വരുന്നുണ്ടായിരുന്നില്ല അതിനകത്ത്. ഞങ്ങളൊരു കണക്കിനാണ് അവനെ പിടിച്ച് ഇങ്ങോട്ട് പോകണത്. വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിറക് വെച്ച ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് അവൻ ഞാനൊരു പിക്ക് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് താഴെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നത് കാണാമായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറകത്ത് നല്ല ഗ്ലാസ് വർക്കുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് തൃശ്ശൂർ പൂരം ഫെസ്റ്റിവലുകാർ അവർ തുടങ്ങാൻ പോകുന്നതിനനുബന്ധമായിട്ട് അവർ ആഘോഷമാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് കൂടി ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾ എത്തി. അവിടെ കയറി ഒരു സെൽഫി മാത്രം എടുത്ത് പിന്നെ നേരെ നെഹ്റു പാർക്കിലേക്ക് നേരെ വെച്ച് പിടിച്ചു. നെഹ്റു പാർക്ക് 1 മണി മുതൽ 8 മണി